ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ച ദൂതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി എടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും ആരും മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും ആരും മറഞ്ഞിരിക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ടതായ വലിയ ഒരു കാര്യമാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. നമ്മളുടെ ആന്തരികങ്ങളെ തിരിച്ചറിയുന്നവനായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഓരോ പ്രവർത്തികളും എപ്പോഴും കണ്ടിരിക്കുന്നുവെന്ന് സദൃശവാക്യക്കാരൻ പറയുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ആ വേദഭാഗം സദൃശവാക്യങ്ങൾ 5-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ ആണ്. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിക്കപ്പെടും. പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും, മഹാപോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പും ഒക്കെയും അവൻ തൂക്കി നോക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും തെറ്റിലേക്ക് പോവുകയില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ദൈവത്തെ അവൻ തിരിച്ചറിഞ്ഞു എന്ന് വേണം നാം ഓരോരുത്തരും മനസ്സിലാക്കുവാനായിട്ട്. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും, മഹാപോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും. അതിൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ നാം സേവിക്കുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. അവൻ നമ്മളുടെ വഴികളെ മനസ്സിലാക്കി അത് കണ്ടതിന് ശേഷം അവൻ നമ്മൾക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അവന് നന്ദി പറയണം. അവനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുകയില്ല. എന്നാൽ എപ്പോഴൊക്കെ നാം തെറ്റിപ്പോകുന്നുവോ അപ്പോഴൊക്കെയും അവൻ നമ്മൾക്ക് കഷ്ടം തരും, അതിന് യാതൊരു സംശയവുമില്ല. ആ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, അവൻ നമ്മളെ പരീക്ഷിച്ചാൽ അതിൻ്റെ പരിഹാരവും അവൻ കണ്ടെത്തും എന്ന് മനസ്സിലാക്കി ആ അയ്യോബിനെ പോലെ എത്ര വലിയ കഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്നും വഴിതെറ്റിപ്പോകാതെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ തൃപ്പാദത്തിൽ സ്വയം സമർപ്പിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, ആകൽ കർസ നമ്മളെ എപ്പോഴും വഴിതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായ അവസരത്തിൽ മാമോദീസയിലൂടെ മൂറാനഭിഷേകത്തിലൂടെ ആദ്യ കുർബാനയിലൂടെ നമുക്ക് ലഭിച്ചതായ ആ പരിശുദ്ധാത്മദാനം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതിനെ ഉണർത്തി അതിനെ നമിച്ച് ആ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതോ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിലൂടെ മാത്രം നാം സഞ്ചരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇവിടെ സദൃശവാക്യക്കാരൻ പറഞ്ഞിരിക്കുന്ന വേദഭാഗം നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും, മഹാപോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും. ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി സഭയുടെ കെട്ടുറപ്പിൽ മഹാപുരോഹിതന്മാരുടെയും ആചാര്യശ്രേഷ്ഠന്മാരുടെയും ഉപദേശത്തിൻ പ്രകാരം അവൻ അനുഗ്രഹപ്രദമായിട്ട് ജീവിക്കത്തക്കവണ്ണം അവൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും വേദപുസ്തകം പാരായണം ചെയ്യുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോൾ അവൻ ശുദ്ധ ഹൃദയമുള്ളവനായിത്തീരും. അപ്പോൾ അവന് നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും കുലുങ്ങിപ്പോവുകയില്ല. നീതിമാൻ തുണയില്ലാതെ വരും എന്ന് ദുഷ്ടൻ പറയുമ്പോൾ നീതിമാൻ എപ്പോഴും തുണയുള്ളവനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ നീതിമാൻ തുണ ഇല്ലാതെ വരുമെന്ന് പറയുന്നത് ദുഷ്ടനാണ്. കാരണം അവന് അനുഭവമില്ല. എന്നാൽ നീതിമാനായ ഒരു വ്യക്തിക്ക് ആ അനുഭവം ഉള്ളതുകൊണ്ട്, അവന് തുണ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അവൻ ഒരിക്കലും ദൈവത്തിൽ നിന്നും മാറിപ്പോവുകയില്ല.
ആയതിനാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളുടെ ഓരോ വഴികളെയും കണ്ടു മനസ്സിലാക്കുന്നതിനാൽ നാം തെറ്റിലൂടെ യാത്ര ചെയ്യരുതെന്ന് മാത്രമാണ്. ആയതിനാൽ നമുക്ക് ഇന്നേ വരെ നാം ചെയ്തിട്ടുള്ളതായ പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി ഞാനത് ആവർത്തിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാം. നമ്മളുടെ ഓരോ പ്രവൃത്തികളും കണ്ടു മനസ്സിലാക്കുന്നവനായ കർത്താവ് നമ്മുടെ പ്രവൃത്തി നല്ലതാണ് എങ്കിൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും. അതിനായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി കണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് ബാക്കിയുള്ള ജീവിതം മാറ്റിവെക്കാം. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.